ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അതാട്ടോ ലേറ്റ് ആയത്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്നെ കണ്ടിന്യൂ ചെയ്യാനായിരുന്നു വിചാരിച്ചിരുന്നത്. ഇതൊരു 3-4 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. ആക്ച്വലി എനിക്ക് ഒരു ദിവസത്തെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 2 ദിവസത്തെ കാര്യങ്ങളും മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പം നമ്മളവിടെയൊക്കെ വെള്ളം കയറിയ സമയത്താട്ടോ ഈ വീഡിയോ എടുത്തത്. അതായത് ഒരു 3-4 ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇപ്പോഴൊന്ന് അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ പറ്റിയത്. അപ്പം നമ്മുടെ അവിടെയൊക്കെ വെള്ളം കയറിയത് കാണാൻ അതായത് വെള്ളം കയറിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വെള്ളം കയറിയത് കാണാൻ പോയത്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തോട്ട് അങ്ങനെ വെള്ളം വരുന്നില്ല കേട്ടോ. വീട് കുറച്ച് പൊക്കത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളവിടെ വരുന്ന റോഡും കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. വെള്ളം കയറി വള്ളത്തിലൊക്കെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. 2018 അത്രയും വെള്ളമൊന്നും ഇപ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നില്ല ഈ ഏരിയയിലോട്ടൊക്കെ. പലയിടത്തും അതിനേക്കാളും അല്ലെങ്കിൽ അതുപോലെ തന്നെ കയറിയിട്ടുണ്ടായിരുന്നാണ് കേട്ടത്. പക്ഷേ ഈ ഏരിയയിൽ അത്രയ്ക്കങ്ങ് കയറിയിട്ടില്ല എന്നുള്ളതാണ് കാണാൻ പറ്റിയത്. പിന്നെ റോഡും ഈ നേരെ കാണുന്ന ആ പോസ്റ്റിൻ്റെ അപ്പുറത്ത് നിറച്ച് കണ്ടമാണ് കേട്ടോ. അപ്പോൾ കണ്ടവും റോഡും ഒക്കെ ഒരുപോലെ ഇപ്പോൾ ഇരിക്കുന്നത് വെള്ളമൊക്കെ കയറിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വെള്ളം കയറിയതൊന്ന് കാണാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കണ്ട് ആസ്വദിക്കാനല്ല കേട്ടോ, എനിക്ക് കാണാനാണ്. ഞാൻ എത്രത്തോളം അറിയുന്നില്ല, നമ്മൾ വീടിനകത്തിരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് അറിയുന്നില്ല. അപ്പോൾ ഞാൻ അതൊന്ന് നോക്കാം എങ്ങനെയുണ്ട് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ഇത് ഞാൻ കണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേ അവിടുത്തെ വെള്ളമൊക്കെ ഇറങ്ങി. പിന്നെ കണ്ടത്തിൽ മാത്രമായിട്ടോ വെള്ളം. ഇപ്പം പോയി നോക്കുമ്പോൾ ഇന്ന് പോയി നോക്കിയപ്പം കണ്ടത്തിലും വെള്ളം വറ്റി പോയിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോരുകയാണ്. അപ്പോൾ സൈഡിൽ കാണുന്ന എല്ലാം കണ്ടമാണ്. കണ്ടത്തിലെല്ലാം കണ്ടം കാണുമ്പോൾ ഒരു പുഴ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വെള്ളം നിൽക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നട്ടിട്ടുള്ള തക്കാളിയിൽ ഇങ്ങനെ പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് ഇറങ്ങിയിട്ട് പൂവും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് തക്കാളിയിൽ. ഇപ്പോൾ ഇന്നത്തേക്ക് അതിൽ 2-3 ചെടികൾ എക്സ്ട്രാ പൂ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ചെടിയിലാണ് പൂ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ പേരയ്ക്കൊക്കെ അത്യാവശ്യം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഓണമൊക്കെ ആവുമ്പോഴേക്കും നല്ലോണം പഴുത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാട്ടോ പേരയ്ക്ക. അതുകൊണ്ടാണ് മെയിനായിട്ട് പേരയ്ക്ക ഞങ്ങൾ ഇത്രയും പരിപാലിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി കുളിച്ച് ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ അതിന് മുന്നേ ദേവുട്ടനും എൻ്റെ അമ്മൂമ്മ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെയൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കാനും ഭയങ്കര ഇഷ്ടം. അവൻ്റെ ഇതിലൊന്നും ഇരിക്കുന്ന ഇഷ്ടമല്ല, നമ്മളിരിക്കുന്ന പോലെ സെറ്റിയിൽ ചെയറിലൊക്കെ. മമ്മൻ കഴിച്ചു വേണോ? മമ്മൻ കഴിച്ചു വേണോ? അല്ലേ? അമ്മക്ക് തരും അമ്മ. ആ ആ ആ ആ അമ്മക്ക് മമ്മ തരുമോന്ന്? അവിടെ ഇരുന്നോ? ഇപ്പോൾ പുറത്തോട്ട് പോകുന്നത് വന്ന് ഫസ്റ്റ് പോകാനുള്ളത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. ചേട്ടൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്തതാണ്, ചേട്ടൻ്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ നമ്മുടെ ചെറുനാരങ്ങ ഒരുപാടുണ്ടാവുന്ന ഞങ്ങൾക്ക് വീട്ടിലോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അവിടെ ചെറുനാരങ്ങയൊക്കെ അത്യാവശ്യം ഉണ്ടായി നിൽക്കണമെന്ന് ഇങ്ങനെ ചേട്ടനെ വിളിച്ചപ്പോൾ അവർ അല്ലാതെ കാഷ്വലായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വരുവാണെങ്കിൽ കുറച്ച് നാരങ്ങ കൊണ്ടുപോകാൻ കൊണ്ടപ്പോൾ എന്നാൽ പിന്നെ പോകുന്ന വെച്ചാൽ ഫ്രഷ് നാരങ്ങയാണ് അന്നേരം തന്നെ മരത്തിൽ ഇത് പറിച്ചിട്ട് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ അതും മെയിനായിട്ട് തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വലിപ്പമാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന ഭയങ്കര ചെറുതും പൊട്ടും ഇതൊക്കെ അത്ര നീരൊന്നും കാണത്തില്ല. ഇതാണെങ്കിൽ നല്ല വലിപ്പമുണ്ട്, നല്ല നീരും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞങ്ങൾ ചെന്നോടനെ തന്നെ അവരുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈസിയായിട്ട് പറിക്കാം കേട്ടോ. അതുപോലെയൊക്കെ വെള്ളത്തിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ കയറി കുറേ നാരങ്ങയൊക്കെ പറിച്ചു. അപ്പം നമുക്ക് കയ്യെത്തുന്ന രീതിയിലെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ചു. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തോട്ടെ. നമ്മൾ അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അവരുടെ പ്രൈവസിയും കാര്യങ്ങളൊന്നും നമ്മളായിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ചേച്ചി നല്ല നാരങ്ങ വെള്ളമൊക്കെ അവർക്ക് എന്ത് സുഖമല്ലേ, അവർ പുറത്തോട്ട് ഇറങ്ങുന്നു, ഒരു നാരങ്ങ പറിക്കുന്നു, പിഴിയുന്നു, വെള്ളം കലക്കുന്നു, കുടിക്കുന്നു. അങ്ങനെ അവരുടെ വീട്ടിലുണ്ടായ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടായിട്ട് തന്നു. നമ്മളത് കഴിച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ സമയമായി. അപ്പോൾ വീട്ടിലേക്ക് ചായ കുടിക്കാൻ പോകാൻ അത് ചായക്കടയിൽ കയറി കുടിക്കണം, വീട്ടിൽ ചെന്ന് കഴിക്കാം. പാഴ്സലാട്ടോ മേടിച്ചത്. അപ്പോൾ ഇവിടെ ബജ്ജി ഉണ്ടായിരുന്നു, കുറേ നാളായി ബജ്ജിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ബജ്ജി ആക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ഞാൻ മാത്രമേ ബജ്ജി കഴിക്കത്തുള്ളൂ, ബാക്കിയുള്ളവരും വേറെയാണ് വാങ്ങിച്ചത്. എനിക്ക് ബജ്ജി കഴിക്കണം ആഗ്രഹിച്ച് ബജ്ജിയും ചമ്മന്തിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബജ്ജിയൊക്കെ വൈകുന്നേരം ഇരുന്ന് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ ഈ ബജ്ജി എന്ന് പറയുന്ന സാധനം. കൂടുതലും എനിക്ക് ബജ്ജിക്കടയിൽ പോയിട്ടിരുന്ന് എന്താ പറയുക, ബജ്ജി വാങ്ങിച്ച് അതിൻ്റെ ചമ്മന്തി കൂട്ടി ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കടയിൽ ഇരുന്ന് കഴിക്കുന്ന കുറച്ച് പാടാണ്. അവനാകെ വലിച്ച് അങ്ങോട്ടാക്കി വാശി പിടിക്കും. പിന്നെ ഇത് അവന് കൊടുക്കാൻ പറ്റാത്തൊരു ഫുഡായതുകൊണ്ട് നമുക്ക് അവനവിടെ വെച്ച് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ പാഴ്സൽ കൂടുതലും വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. മുൻപ് ജോലിക്കൊക്കെ പോകുന്ന സമയത്തും അല്ലാതെ ആണെങ്കിലും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ബജ്ജി കഴിക്കണം എന്ന് തോന്നുമ്പോൾ അപ്പോൾ പോയി ഇങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതുപോലെ വർക്ക് കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഞങ്ങൾ എന്താ പറയുക കടയിൽ പോകണം എന്നുള്ളതൊന്നും നടന്നില്ല കേട്ടോ.
വൈകുന്നേരം ആയോ പിന്നെ പോയില്ല. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണേ. അത് ഞാൻ പറഞ്ഞു ഒരു ദിവസം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ദിവസത്തെ കൂടി ഇതിനകത്തോട്ട് കമ്പൈൻ ചെയ്തിടുക. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ കടയിൽ പോവാണ്. കടയിൽ പോകാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് വിശാൽ മാർട്ടുണ്ട്. വിശാൽ മാർട്ടിൽ ഞങ്ങൾ പോവാണ്. കാരണം ദേവൂട്ടന് ഇപ്പം മഴയും കാര്യങ്ങളും തണുപ്പൊക്കെ ആയപ്പോഴേ അവന് ഫുൾ കൈയുള്ള ഇവന് പുതക്കിന് ഇഷ്ടമല്ല. പിന്നെ പുതപ്പ് അത്രയും സേഫ് ആയിട്ടുള്ളതല്ലല്ലോ. അവർ മുഖത്തോട്ടൊക്കെ വലിച്ചിടും എന്നുള്ളതുകൊണ്ട് അവന് ഫുൾ കൈയും പാൻറ്റും ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സ് കുറവാണ്. അവന് കൂടുതലും നമ്മൾ ചൂട് സമയത്തൊക്കെ സ്ലീവ്ലെസ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പായപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, ഫുൾ സ്ലീവ് ആയിട്ടുള്ളതും പാൻറ്റായിട്ടുള്ളതും. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ പോവാണ്. അപ്പം കടയിൽ പോയ സമയത്തേക്ക് വീഡിയോ നോക്കാൻ പറ്റില്ല. ഫോണൊക്കെ ഞാൻ ബാഗിനകത്ത് വെച്ചു. അപ്പം വന്നതിന് ശേഷം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതൊക്കെയൊന്ന് കാണിക്കാം. അപ്പോൾ മോന് വേണ്ടിയിട്ട് ഞാൻ 3 സെറ്റ് ഡ്രസ്സാണ് എടുത്തത്. അതായത് ബനിയനും പാൻറ്റും കൂടെ വരുന്ന 3 സെറ്റാണ് എടുത്തത്. അതിൽ ഒരെണ്ണം 199 മറ്റ് 2 169 ആയിരുന്നു. ഭയങ്കര കംഫർട്ടബിളാണ് ഇടാനായിട്ട്. നല്ല തുണിയാണ്. ആ ഒരു റേറ്റിന് നല്ലൊരു തുണിയായിട്ടോ. ഭംഗിയുണ്ട്. അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും കളേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നോക്കിയെടുക്കാൻ അവിടെ ഇച്ചിരി പാടാണ്. കാരണം ഇതിങ്ങനെ ഒരുപാട് അങ്ങ് ഹാങ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഒത്തിരി സ്റ്റോക്ക് ഉണ്ടല്ലോ. വിശാൽ മാർട്ടിൽ പോകുന്നവർക്കറിയാം ഒരുപാട് സ്റ്റോക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിങ്ങനെ എടുക്കണം. നല്ല നല്ല തുണികളായിരുന്നു കേട്ടോ. ആ ഒരു റേറ്റിന് നല്ല തുണികളാണ് കിട്ടിയത്. പിന്നെ ഞാൻ അവൻ്റെ ഇല്ലാത്ത കളേഴ്സ് മാക്സിമം നോക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണമാണ് എടുത്തത്. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ അവിടെ ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയ സമയത്ത് ഒരുപാടില്ല, എന്നാലും കുറച്ചൊക്കെ ഓഫറുള്ളത്. അപ്പോൾ ഞാനും എനിക്കും 2 ടോപ്പ് എടുത്തു. ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജീൻസിന് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പ് 2 എടുത്തു. ഒരു വൈറ്റ് ഒരു ബ്ലൂ ആയിട്ടുള്ളത്. ഒരെണ്ണം ഷർട്ട്, പിന്നെ ഒരെണ്ണം അല്ലാതെ ഒരു ടോപ്പ് പോലത്തെ. അങ്ങനെ 2 ഞാനെടുത്തു. അതിന് MRP ഇപ്പോൾ കാണിക്കുന്ന ഒരു MRP റേറ്റിനല്ല കേട്ടോ എനിക്ക് കിട്ടിയത്. ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ കഴിഞ്ഞിട്ട് കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതുപോലെ ഞാൻ ചേട്ടന് 2 ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഓഫറില്ല, അത് MRP തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതിന് ഓഫർ ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ 2 കളർ ഇങ്ങനെ എടുത്തു. എനിക്ക് 2 ടോപ്പ് എടുത്തപ്പോൾ ഞാനെന്നാൽ പിന്നെ ചേട്ടനും പിന്നെ ഇടയ്ക്ക് കടയിലും പുറത്തേക്കൊക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് 2 ബനിയൻ എടുത്തു. പിന്നെ എന്താ വാങ്ങിച്ചത്? പിന്നെ എന്താ വീട്ടിലോട്ട് ചെറിയ സ്ക്രബ്ബ് അതൊക്കെ. പിന്നെ ഞാൻ എൻ്റെ ബ്രദറിനൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കണ്ടപ്പോൾ എന്തോ എൻ്റെ ബ്രദറിന് അത് സ്യൂട്ടാവുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അവനത് വേണ്ടിയിട്ടൊരു ബനിയൻ എടുത്തു. പിന്നെ വീട്ടിലോട്ട് നമ്മൾ ഡിഷ് വാഷിൻ്റെ എന്താ പറയുക, ഡിഷ് വാഷ് ചെയ്യാനായിട്ടുള്ള സ്ക്രബ്ബർ, അത് ഒരു 2 ടൈപ്പ് വാങ്ങിച്ചു. നമ്മൾ അതിപ്പോൾ മറ്റ് കടകളിൽ നിന്നും കിട്ടുന്ന റേറ്റൊക്കെ തന്നെ. ഈ ഒരു കാണുന്ന ഒരു സ്ക്വയറിലുള്ള സ്ക്രബിന് 10 രൂപയേ ഉള്ളൂ. പിന്നെ മറ്റേ റൗണ്ടിലുള്ള സ്ക്രബിൻ്റെ ഒരു 4 എണ്ണത്തിന് 30 രൂപയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് കടയിൽ ഒരെണ്ണത്തിന് 10 ആയിട്ടാണ് തോന്നുന്നു കൊടുക്കുന്നത്. 10 ആണോ 15 ആണോ, അങ്ങനെ നോക്കുമ്പോൾ അതൊരു ലാഭമായിട്ട് തോന്നി. അപ്പോൾ അതൊരു 4 എണ്ണം വരുന്നതെന്ന് വെച്ചു. പിന്നെ നമ്മുടെ ബാത്റൂം ക്ലീനർ ഒരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു, ബൈ 1 ഗെറ്റ് 1. അപ്പോൾ അത് വാങ്ങിച്ചു. ടോയ്ലറ്റ് ക്ലീനർ ആട്ടോ, ബാത്റൂം ക്ലീനർ അല്ല, ടോയ്ലറ്റ് ക്ലീനർ. പിന്നെ അത് വാങ്ങിച്ചു. പിന്നെ എന്താ വാങ്ങിച്ചാൽ പിന്നെ ദൈവത്തിന് മെയിനായിട്ട് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വെച്ചായിരുന്നു കേട്ടോ. നമ്മൾ സ്ട്രോ ഉള്ള നമ്മളെ സിപ്പർ ബോട്ടിൽ. അപ്പം അത് ഞാൻ വിചാരിച്ച് ഇവനെ ഇത് മേടിച്ച് അവർ ഇനി സ്ട്രോയിൽ ഇങ്ങനെ മുകളിലോട്ട് വലിക്കാനൊക്കെ പഠിപ്പിക്കും, കുറച്ച് സമയമൊക്കെ എടുക്കുന്ന വിചാരിച്ചത്. പക്ഷേ ഇത് കൊണ്ടുവന്ന് ഞാൻ വാഷ് ചെയ്ത് വെള്ളമൊക്കെ വെച്ച് 2-3 പ്രാവശ്യം അവനിങ്ങനെ വായിൽ വെച്ച് ഇങ്ങനെ കടിച്ചതാക്കി കഴിഞ്ഞ് അപ്പോൾ പെട്ടെന്ന് തന്നെ വലിച്ച വെള്ളം അകത്തോട്ടിട്ട്. പിന്നെ അവനത് ഒരു പ്രാവശ്യം അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ അവരത് ട്രൈ ചെയ്യുമല്ലോ. അങ്ങനെ ആ ഫസ്റ്റ് ഡേ തന്നെ അവനതെല്ലാം കുടിക്കാനൊക്കെ പഠിച്ചു കേട്ടോ. പിന്നെ ഞാനൊരു പ്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്നേഹവും സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ അടുത്തായിട്ട് വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.